ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുന്നേ എന്ന് പറയുന്ന സീരിയലിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അലീനയാണെങ്കിൽ മുത്തശ്ശിയുടെ കാല് തൊട്ട് തൊഴുതുന്നു. അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. മുത്തശ്ശിയുടെ സ്വന്തം മുത്തശ്ശി തന്നെയല്ലേ, പിന്നെ എന്താ എന്ന് ചോദിക്കുന്നു. അതിന് ഞാൻ എൻ്റെ സ്വന്തം മുത്തശ്ശി അല്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെയല്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയെ എൻ്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണോ മോളെ? എനിക്ക് നീ എൻ്റെ സ്വന്തം കൊച്ചുമോൾ തന്നെയാണ്. ഞാൻ നിന്നെ എൻ്റെ മക്കളുടെ മകളായിട്ട് കാണാം. ശരി മുത്തശ്ശി, ഞാനിപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അലീന കുളിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്താണ് അവിടേക്ക് മനു വരുന്നത്. മനു ആ മുറി കണ്ടതും ആകെ അമ്പരന്ന് പോയി. കാരണം വൃത്തികേടായിട്ട് കിടക്കുന്ന മുറിയായിരുന്നു. അവിടെ മൊത്തം നമ്മുടെ അലീന ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, പുതിയതായിട്ട് വന്ന ആ പെൺകുട്ടി എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന്. അവൾ നല്ല മോളാണ്. എൻ്റെ പേരക്കുട്ടി അവളായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. എനിക്ക് അവളെ നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന കുളിച്ച് അവിടേക്ക് എത്തിയിരിക്കുന്നു. അവളെ ആദ്യം വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇത്രയും ദിവസം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടന്നിരുന്ന മുറിയല്ലേ, നിന്നെക്കൊണ്ട് ആരതൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഒരു നിമിഷം അലീനയാണെങ്കിൽ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ എടാ വേണ്ട കേട്ടോ, നീ എന്താ അവളെ പേടിപ്പിക്കുന്നേ എന്ന് ചോദിക്കുന്നു. അലീനയ്ക്കാണെങ്കിൽ അവൻ വെറുതെ ഇതൊക്കെ പറയുകയാണെന്ന് മനസ്സിലായി. മുത്തശ്ശിയാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ അവള് നല്ല കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി ചെയ്തത്. നിനക്കൊരു നല്ല വാക്കെങ്കിലും അവളോട് പറഞ്ഞൂടായിരുന്നോ? എനിക്ക് ഇങ്ങനെയല്ല അമ്മേ പറയാൻ പറ്റുള്ളൂ. അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവള് മനസ്സിലാക്കിക്കോട്ടെ. മുത്തശ്ശി പറയുന്നു, അവൻ വലിയൊരു ബാംഗ്ലൂരുകാരൻ. ബാംഗ്ലൂരുകാർക്ക് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി, എനിക്കൊരു ചെറിയ ജോലിയല്ല ബാംഗ്ലൂര്. ഞാൻ അത് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ എനിക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണം. മോനെ ഇപ്പൊ തന്നെ പോകണോ? ഞാൻ തിരിച്ചു പോയതിന് ശേഷം നിനക്ക് പോയാൽ പോരെ? മുത്തശ്ശി, എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പോയേ പറ്റൂ, ഇല്ലെങ്കിൽ എൻ്റെ ജോലി അത് ബാധിക്കും. അങ്ങനെയാണോ? ശരി, കുഴപ്പമില്ല, നീ പൊയ്ക്കോ എന്ന് മുത്തശ്ശി പറയുന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മുത്തശ്ശിയെ നല്ല സന്തോഷവതിയായിട്ട് കാണാൻ സാധിക്കും. അല്ലേ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ അതേ മോനെ, തീർച്ചയായിട്ടും എന്ന് പറയുന്നു. അങ്ങനെ അലീനയോടും താങ്ക്സ് പറയുന്നുണ്ട്. എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇത്രയും കാരിങ്ങോടെ നോക്കുന്നില്ലേ, അതുകൊണ്ടാണെന്ന് പറയുന്നു. ശരി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്നും ഇറങ്ങുകയാണ്. അവൻ പോയതിനു ശേഷം അലീനയോട് മുത്തശ്ശി പറയുന്നു, മോളെ അവനൊരു പാവമാണ്, നല്ല കുട്ടിയാണ് അവൻ. അവനിങ്ങനെ ചുമ്മാ പറയുന്നതാണ്. മോളെ സോറി കേട്ടോ അവനിങ്ങനെ പെരുമാറിയതിൽ. അതൊന്നും സാരമല്ല മുത്തശ്ശി എന്ന് അലീന പറയാണ്. ഈ വീട്ടില് മനസാക്ഷിയുള്ളത് അവന് മാത്രമാണ്. എവിടേക്ക് പോവുകയാണെങ്കിലും എന്നോട് വന്ന് പറഞ്ഞിട്ടേ പോവൂ. എന്നോട് വന്ന് യാത്ര പറയാതെ അവൻ എവിടേക്കും പോവാറില്ല. മോള് ക്ഷേത്രത്തിലേക്കെല്ലാം പോകാറുണ്ടോ എന്ന് മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നു. അപ്പോൾ അലീന പറയുന്നത്, ആ മുത്തശ്ശി, ഞാൻ പോവാറുണ്ട്. എല്ലാ ദൈവങ്ങളും ഒന്നാണ്, ഞാൻ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിക്കും. അങ്ങനെ വേണം കുട്ടികളായാൽ. അങ്ങനെയുള്ളവർക്ക് നല്ല മനസ്സുണ്ടാവും. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എന്തായാലും മോള് കൂടെയുള്ളത് മുത്തശ്ശിക്ക് ഒരു ആശ്വാസമാണ്. അവിടുന്ന് കട്ട് ചെയ്ത് വൈജയന്തിയുടെ വീട്ടിലാണ് കാണിക്കുന്നത്. വൈജയന്തി റെഡി ആയിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എടി കുഞ്ഞുമോളെ എന്ന് പറഞ്ഞ് കുഞ്ഞുമോളെ വിളിക്കുന്നു. എന്താ കൊച്ചമ്മ എന്ന് പറഞ്ഞു വരുമ്പോൾ, നീ ഫുഡൊക്കെ ഉണ്ടാക്കിയോ, തോട്ടം നനച്ചു വീടൊക്കെ വൃത്തിയാക്കിയിട്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. കൊച്ചമ്മ, എനിക്ക് ഈ രണ്ട് കൈയേ ഉള്ളൂ, ഈ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. നീ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ ഭക്ഷണമൊക്കെ ആക്കിയോ എന്ന് ചോദിക്കുന്നു. അയ്യോ ഇല്ല, ആക്കിയില്ല എന്ന് പറയാണ്. എന്തുപറ്റി, എന്താ കാര്യം എന്ന് അന്വേഷിക്കുമ്പോൾ അവർ ടിഫിൻ ബോക്സ് കൊണ്ടുവന്ന് തരണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പം തന്നെ വൈജയന്തി രണ്ട് മക്കളെയും വിളിക്കുന്നു. ഒരു മകൾ ഇറങ്ങി വരുന്നുണ്ട്. എന്താ അമ്മേ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ, നീ കുഞ്ഞുമോളുടെ കയ്യിൽ ടിഫിൻ ബോക്സ് കൊടുത്തായിരുന്നോ? എന്നാലല്ലേ നിനക്ക് ഫുഡെല്ലാം കൊണ്ടുപോകാൻ പറ്റുള്ളൂ കോളേജിലേക്ക് എന്ന് ചോദിക്കുന്നു. അതിന് കോളേജിൽ പോകാൻ സമയം ആവുന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത്, നീ നേരത്തെ കൊടുത്താലല്ല അത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ഭക്ഷണമാക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും മറ്റൊരു കുട്ടി അവിടേക്ക് ഇറങ്ങി വരുന്നു. എന്താ അമ്മേ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് നിനക്ക് കോളേജിൽ പോകണോ അല്ല ഹോളിഡേ ആണോ എന്ന് ചോദിക്കുന്നു. ഓ ഹോളിഡേ ആണോ, ഇന്ന് എനിക്ക് കോളേജ് ഇല്ലേ എന്ന് അവൾ ചോദിക്കുകയാണ് തിരിച്ച്. നല്ല കാര്യമായിപ്പോയി. കോളേജ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയുന്നില്ല അവൾക്ക്. മര്യാദയ്ക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുവന്ന് കുഞ്ഞുമോൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഭക്ഷണം ആക്കണം. ശരത്ത് എവിടെ, അവനെവിടെ എന്ന് ചോദിക്കുന്നു. അവൻ മോളുണ്ട്, അവനത് കോളേജിൽ പോകണ്ടേ എന്ന് അന്വേഷിക്കുന്നു. അത് നിങ്ങൾ നേരിട്ട് തന്നെ പോയി ചോദിച്ചാൽ മതി. ഇപ്പോൾ വൈജയന്തി പറയുന്നു, എൻ്റെ വില നിങ്ങൾക്കിപ്പോൾ ഒരു വിലയുമില്ല അല്ലേ? അപ്പോൾ ആ കുട്ടികൾ പറയാണ്, അമ്മയ്ക്ക് നേരത്തെ ജോലി ഉള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ കോളേജിലേക്ക് പോകണം എന്ന് അമ്മയ്ക്ക് എന്തിനാ ഇങ്ങനെ വിചാരിക്കുന്നത്? വൈജയന്തി പറയുന്നു, അമ്മയെ കുറ്റം പറയാൻ കിട്ടുന്ന ഓരോ അവസരവും ഞങ്ങൾ പാഴാക്കരുത്. അങ്ങനെ കുഞ്ഞുമോൾ ഭക്ഷണം കൊണ്ട് വരുന്ന സമയത്ത് വെള്ളം ആക്കി വെക്കാനാണ് ഇപ്പോൾ വൈജയന്തി പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുമോൾ ചോദിക്കുന്നുണ്ട്, ഇവിടെ പുതിയ വേലക്കാരി വരുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് എന്തായി എന്ന്. എന്തായാലും അവരെ കൊണ്ടുവരും, നോക്കിക്കോ, നിന്റെ അഹങ്കാരം എല്ലാം അതോടുകൂടി തീരുമെന്ന് പറയാണ് കുഞ്ഞുമോളോട്. കുഞ്ഞുമോള് പറയുന്നു, ഞാനല്ലാതെ ഇവിടെ ഒരാളെ പോലും പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ വേലക്കാരി വരുമെന്നല്ലേ പറഞ്ഞത്. അവരിവിടെ വന്ന് മൂന്നാം പക്കം ഓടും, നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. ഒന്ന് പൊയ്ക്കോ ഇവിടുന്ന്. ഞാൻ അത്ര ദുഷ്ടയൊന്നുമല്ല. നിങ്ങൾ ദുഷ്ടയൊന്നുമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ തരുന്നതിനേക്കാളും ഡബിൾ മടങ്ങ് ജോലി എടുപ്പിക്കും.
നിങ്ങൾ ഒരു സമാധാനവും തരുന്നില്ല. അതെനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇറന്ന ജോലിക്കാരൊന്നും എന്നെ പോലെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കുഞ്ഞുമോള് പറയുന്നു. അത് കേട്ട് ടെൻഷനായിട്ട് നീ വേഗം ചോറെടുത്ത് വെച്ചേ എന്ന് പറയാണ്. അവിടെ ബാലചന്ദ്രൻ വരുന്ന സമയത്ത് ബാലചന്ദ്രന് ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കുകയെന്ന് വൈജയന്തി പറയുന്നു. ഇതെന്താ നീ നേരത്തെ 9 മണി ആവുന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കിന്ന് ഫീൽഡ് വർക്ക് എല്ലാം ഉണ്ട്, അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം, നിങ്ങൾ വന്നിരുന്ന് കഴിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ബാലചന്ദ്രനും എനിക്കൊന്നും വേണ്ട, നിനക്ക് സമയമെങ്കിൽ നീ കഴിച്ചിട്ട് പോ, ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. മക്കളെല്ലാം അമ്മയെ പറ്റിയിട്ട് അച്ഛനോട് കുറ്റം പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛ, അമ്മയ്ക്ക് നേരത്തെ പോണെങ്കിൽ ഞങ്ങളെ നേരത്തെ എണീപ്പിക്കുന്നത് എന്തിനാണ്? അമ്മയ്ക്ക് പോണെങ്കിൽ പോയിക്കൂടെ, ഞങ്ങളെ വെറുതെ വിട്ടൂടെ എന്നെല്ലാം മക്കൾ ചോദിക്കുമ്പോൾ അച്ഛൻ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. വൈജയന്തി പറയുന്നു, നിങ്ങൾ അങ്ങനെ ഉപദേശിക്കാനൊന്നും പോകണ്ട, രണ്ടാളും ഭയങ്കര വഷളായിട്ട് വരികയാണ്. അപ്പോൾ മക്കൾ പറയുന്നു, ഞങ്ങളങ്ങനെ വഷളായിട്ടൊന്നുമല്ല, അമ്മ ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാത്തത് കൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഇവിടെ അലീനയാണ് കാണിക്കുന്നത്. അലീന അടുക്കളയിലിരുന്ന് കഞ്ഞിയും ചമ്മന്തിയും എല്ലാം കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകാൻ വേണ്ടി പോകുന്ന സമയത്ത് കമലം വരുന്നു. എടി എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇവിടെയുള്ള സ്ലാബിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം നീ കഴുകിയിടണം, പിന്നെ ഡൈനിങ് ടേബിളെല്ലാം അത് വൃത്തിയാക്കി വെക്കണം, അടിക്കണം, തുടയ്ക്കണം, ഇതെല്ലാം നീ ചെയ്യണം. ഇവിടുത്തെ അമ്മയെ നോക്കുന്നത് അത്ര വലിയ പണിയൊന്നുമല്ല, അമ്മയെ നോക്കി ഈ വീട്ടിലുള്ള പണിയെല്ലാം ചെയ്യണമെന്ന് പറയുന്നു. അലീനയും സമ്മതിക്കുകയാണ്. ഇവിടെ അങ്ങനെ വെറുതെ ഇരിക്കാമെന്നൊന്നും കരുതരുത്, ഈ പണിയെല്ലാം ചെയ്താൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ വേറെ വീട് നോക്കിക്കോളാം എന്ന് പറയുന്നു. വെറുതെ കാശ് എണ്ണിത്തരാനൊന്നും തനിക്ക് കഴിയില്ല എന്ന് കമലം പറയുന്നു. ഞാനതെല്ലാം ചെയ്തോളാമെന്ന് അലീന സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അലീന സങ്കടത്തോടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹരി വരികയാണ്. പതുങ്ങി പതുങ്ങി അവളുടെ പുറകിലൂടെ വരികയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയാണ്, ഒരുപാട് പണിയെല്ലാം പറയും, പക്ഷെ നീ അതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നീ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയുടെ മുറിയുടെ അവിടേക്ക് വന്നിട്ട് ഞാൻ വാതിലിൽ മുട്ടും, അപ്പം നീ വരണമെന്ന് പറയുന്നു. അത് കേട്ടതും അലീനയുടെ മുഖമാകെ മാറുകയാണ്. അവനെ നോക്കുന്നു. നീ വന്ന് വാതിൽ തുറക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഹരി പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കമലം ഹരിനെ വിളിക്കുകയാണ്. അമ്മ വിളിക്കുന്നുണ്ട്, എനിക്ക് പോകണം, പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നീ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവാണ്. അലീന ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന് കയറിയ വീട്, അതും സ്വന്തം വീടായിട്ട് പോലും തനിക്ക് ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളാണല്ലോ നേരിടേണ്ടി വരുന്നത് എന്ന് പറഞ്ഞ് അവൾ ഒത്തിരി വേദനിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നു. അവിടെ മുത്തശ്ശിയുടെ കൂടെ കുറച്ച് നേരം സംസാരിക്കുന്നു. പിന്നെ മുത്തശ്ശിയുടെ തലയിൽ തൊട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നു, മോളെ നീ എന്താ പ്രാർത്ഥിക്കുന്നേ എന്ന്. അപ്പം മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് നല്ലത് വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്ന്. മോളെ, നീയാണിങ്ങനെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, പിന്നെ മനുവും എന്ന് പറയുന്നു. മുത്തശ്ശി നന്നായിരുന്നാലാണ് എനിക്ക് സന്തോഷമാവുക എന്ന് അലീന പറയുന്നു. പിന്നെ മോളെ, നീ ഭക്ഷണം കഴിച്ചോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ആ മുത്തശ്ശി ഞാൻ കഴിച്ചു, നീ നല്ല ഭക്ഷണമാണ് കഴിച്ചത്, നിനക്ക് നിറയെ തന്നു കമല എന്ന് ചോദിക്കുമ്പോൾ ആ മുത്തശ്ശി അതെ എന്ന് പറയുന്നു. മോളെ, നീ കള്ളം പറയരുത്, ആർക്കും അങ്ങനെ കമല വയറ് നിറച്ച് ഭക്ഷണമൊന്നും കൊടുക്കാറില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ അവളെ കുറ്റം പറയാത്ത ഒരേ ഒരാൾ നീ മാത്രമാണ്, ആർക്കും തന്നെ അവളെ ഇഷ്ടമല്ല. അങ്ങനെ ഒരു വ്യക്തിത്വത്തിനുടമയാണ് കമല. പിന്നെ വിശക്കുന്നവൻ വേദനിച്ചാൽ അതിന് കാരണമായവൻ ആരാണോ അവർക്ക് ആ ഒരു ശാപമെല്ലാം വന്നു ചേരും. സത്യമാണോ മുത്തശ്ശിയതെന്ന് ചോദിക്കുമ്പോൾ അതെ, നീ വിശക്കുന്നില്ല എന്ന് പറയും, പക്ഷേ ഒരു നേരമെങ്കിലും നിനക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് നീ സങ്കടപ്പെടുകയാണെങ്കിൽ നിന്റെ വിഷമം അവളുടെ തലയിൽ വന്ന് വീഴും. ഈ വീട്ടിൽ കമലയുടെ അമ്മായിമ്മയാണ് ഞാൻ, പക്ഷെ എന്നിട്ടും അതിൻ്റെ പരിഗണനയോ സ്നേഹമോ ഒന്നും തന്നെ എനിക്ക് തന്നിട്ടില്ല. അസുഖം പിടിച്ച് കിടന്നപ്പോൾ പോലും എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം തരില്ല. മോള് വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നത്. ഞാൻ വിശപ്പ് അനുഭവിച്ച് വേദനിച്ചതെല്ലാം അവളുടെ തലയിൽ തന്നെ വന്ന് വീഴും മോളെ എന്ന് പറയുന്നു. അപ്പോൾ അലീന പറയുന്നത്, അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി, അങ്ങനെയൊന്നും ആരെയും പ്രാകാൻ പാടില്ല മുത്തശ്ശി എന്ന് പറയുന്നു. മോളെ, നിന്നെ ഇത്രയും നല്ലതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചത് ആരാണ്? ദ്രോഹിക്കുന്നവരെ വെറുക്കാതിരിക്കാനും അവരെ സ്നേഹിക്കാനും പഠിപ്പിച്ചത് ആരാണ്? എൻ്റെ മമ്മിയാണ് എന്നെ പഠിപ്പിച്ചതെന്ന് പറയുന്നു. മമ്മിയോ? നീ അനാഥയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അമ്മയും അച്ഛനും ഉപേക്ഷിച്ച് എന്നെ എടുത്തു വളർത്തിയതിൻ്റെ മമ്മിയാണ് ബ്രിജിക്താമ്മ. ഞങ്ങളുടെ എല്ലാവരുടെയും മമ്മിയാണ് ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചു, സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു. സ്നേഹിക്കാത്തവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാം സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. എല്ലാം പഠിപ്പിച്ചതെന്ന് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം അമ്മയാണ് ബ്രിജിക്താമ്മ. മുത്തശ്ശി പറയുന്നു, അതേ മോളെ, നല്ല ആളുകളെ ദൈവം പെട്ടെന്ന് തന്നെ വിളിക്കും. ഇപ്പം നിങ്ങളുടെ മമ്മി സ്വർഗത്തിലായിരിക്കും എന്ന് പറയുന്നു. അലീന പറയുന്നുണ്ട്, അതെ, തീർച്ചയായിട്ടും സ്വർഗത്തിലായിരിക്കും. അലീന പറയുന്നുണ്ട്, ഞങ്ങളുടെ മമ്മിക്ക് ദൈവം അത്രയ്ക്ക് ആയുസ് കൊടുത്തില്ല, ആയുസ് കൊടുത്തായിരുന്നെങ്കിൽ ഇന്നും അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ കാണുമായിരുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ മോളെ, അത് അങ്ങനെയാണ്.
ചില സമയങ്ങളിൽ ഈശ്വരന്മാർ ഇങ്ങനൊരു ക്രൂരത ചെയ്യും. ആ ഒരു ക്രൂരത നിങ്ങളോടും കാണിച്ചു. നിങ്ങളുടെ മമ്മി ശരിക്കും ഭാഗ്യം ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അധികം വൈകാതെ പെട്ടെന്ന് തന്നെ പോയത്. അങ്ങനെ ഞങ്ങൾ അനാഥരായില്ലേ മുത്തശ്ശി എന്ന് അലീന പറയുന്ന സമയത്ത് ആര് പറഞ്ഞു നിനക്ക് ഒരു മുത്തശ്ശിയില്ലേ? ഇപ്പോൾ നീ മുത്തശ്ശിയായിട്ട് എന്നെ സ്നേഹിച്ചോളൂ. നിന്റെ എല്ലാമായിട്ട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും. അലീന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അല്ലേലും ഈ മുത്തശ്ശി എൻ്റെ സ്വന്തം മുത്തശ്ശി തന്നെയാണ്. ആര് മുത്തശ്ശിയെ കൈവിട്ടാലും ഞാൻ കൈവിടില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. ഇപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട്, സമയമായില്ലേ മോളെ, മോള് പോയിട്ട് ഉറങ്ങിക്കോ. ശരി മുത്തശ്ശി എന്ന് പറഞ്ഞ് ബെഡെല്ലാം വിരിച്ച് അലീന പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം കിടക്കാണ്. അവൾ പ്രാർത്ഥിക്കുന്നതെല്ലാം മുത്തശ്ശിയും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കതവിൽ ആരോ മുട്ടുന്നു. അലീനയ്ക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഹരി പറഞ്ഞ വാക്കുകളാണ്. ഇതെന്തൊരു പരീക്ഷണമാണ് ദൈവമേ എന്ന് അവൾ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നു. ഇവിടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.